ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആകാശ് വ്ലോഗ്സ്. ഇന്നത്തെ ഒരു ഹോൾ വീഡിയോ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിയ കുർത്ത സെറ്റ്സ്, കുർത്ത വിത്ത് ദുപ്പട്ട സെറ്റ്സ്. അങ്ങനെ ഒരു 4 ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന് ഒരുപാട് കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് അത് എങ്ങനെ നമ്മൾ സ്റ്റൈൽ ചെയ്യാമെന്നും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കാണാം. ഓക്കെ, ഇതൊരു ചുരിദാർ സെറ്റാണ്, കുർത്ത സെറ്റ് വിത്ത് പാൻറ് ആൻഡ് ഷോളായിട്ട് വരുന്ന ഒരു സെറ്റാണ്. അതിന്റെ ടോപ്പാണ് ഇത്. ഇതിൽ നെക്കിലായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ഹൈ നെക്ക്, കുറച്ച് കയറി നിൽക്കുന്ന നെക്കാണ്. ഇവിടെ ഒരു ചെറിയ ഗോട്ടാപ്പത്തി ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ സ്ലീവ്സിലും ഗോട്ടാപ്പത്തി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ഇങ്ങനെ സ്ലീവ്സിലും. പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് നല്ല ഈ ഫ്ലോറൽ പ്രിന്റ്സ് ആണ്, റോസ് കളർ അതിന്റെ ഒരു ഫ്ലോറൽ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് ബാക്കിലും ഉണ്ട് കേട്ടോ, ബാക്കിലും ഉണ്ട്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയൽ ആണ്. നല്ല റയോൺ മെറ്റീരിയൽ ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഡ്രസ്സാണ്. ഇത് വളരെ ഇത് റയോൺ ആണെങ്കിലും സൂപ്പർ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ക്ലോത്ത് ആണ്. മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. പിന്നെ ഇതിന്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം റെഗുലർ ആയിട്ട് ഉപയോഗിക്കാം, ഓഫീസ് വെയറിലേക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ ഓണമൊക്കെ വരില്ലേ, ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മുല്ലപ്പൂ ഒക്കെ വെച്ച് കുറേ ഇതിനകത്ത് മെറൂൺ ആൻഡ് ബീച്ച് കോമ്പിനേഷൻ ആയിട്ട് കുറേ മെറൂൺ കുപ്പികളിലേക്ക് ഇട്ടോ ഒക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു എത്തനിക് ലുക്ക് ഈ ഒരു ഡ്രസ്സ് തരും. പിന്നെ ഇതിന്റെ ലെങ്തും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ്. മീഡിയം ആണെങ്കിൽ എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും, അത് കുറച്ച് ടൈറ്റ് ഫിറ്റ് ആയിരിക്കും, അതായാലും എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഞാനൊരു അപ്പ് സൈസ് എടുത്തതാണ്, ലാർജ് സൈസ് എടുത്തതാണ്. പക്ഷെ ഇത് ലാർജ് സൈസ് എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഷോൾ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതൊരു കുർത്ത സെറ്റായിട്ട് ഇടാം. ഒരുപാട് ടൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഷോൾ ഇടാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുകയാണെങ്കിലൊക്കെ ഇത് ഷോൾ ഇല്ലാതെ നമുക്കൊരു കുർത്ത സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആണ് ഇതിന്റെ പാൻറ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ശരിക്കും ഒരു മെറൂൺ അല്ല എന്നാൽ റെഡും അല്ലാത്ത ഒരു കളറാണ് കേട്ടോ ഈ ഡ്രസ്സിൽ വന്നേക്കുന്ന കോമ്പിനേഷൻ. ഇത് ഇങ്ങനെ ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് പാൻറ് ആണ് വരുന്നത്, ഇലാസ്റ്റിക് വരുന്നത്. ഇത് പലാസോ അല്ല എന്നാൽ ഒരു ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ്. അതുപോലെ ഇതൊരു കുറച്ചുകൂടെ റയോൺ ആൻഡ് കോട്ടൺ ബ്ലെൻഡ് പോലെയാണ് തോന്നുന്നത്. ഇതും വളരെ കംഫർട്ടബിൾ ആണ്, ബിക്കോസ് ലൂസ് ഫിറ്റ് ആണ്. പിന്നെ ഇതിന്റെ ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ, നമ്മൾ പിടിക്കുമ്പോഴേ അറിയാം നല്ല ക്ലോത്ത് ആണ്, ആവശ്യത്തിന് കട്ടിയുണ്ട്. പിന്നെ ഇതിന്റെ ടോപ്പില് കുറച്ചൊരു സീത്രൂ ആണ്, അതുകൊണ്ട് നമുക്കൊരു സ്ലിപ്പ് ഇടേണ്ടി വരും ഇത് ഇടുമ്പോൾ. കുറച്ച് ട്രാൻസ്പെറന്റ് ആണ് ഇതിന്റെ ടോപ്പ്. അപ്പൊ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത്. ഇതിൽ ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ പ്രിന്റ്സ് ഉണ്ട്. ഈ പ്രിന്റ് ഉണ്ടായാലും നമുക്കിത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ആയാലും നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഷോളാണ് കേട്ടോ. ഇതിന്റെ ഷോള് ഒരു ജോർജറ്റ് പോലെ ഒരു ഷിഫോൺ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതും ത്രൂ ഔട്ട് ദ പ്രിന്റ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടും ഒക്കെ ഉള്ളൊരു ഒരു ഷോളാണിത്. ഇത് നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ട്രഡീഷണൽ ആയിട്ടും അതുപോലെ പള്ളിയിലൊക്കെ പോകാനൊക്കെ പറ്റിയ, സൺഡേസിലൊക്കെ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാൻ പറ്റി നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നൊരു നല്ല ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചുരിദാറിന്റെ റേറ്റ് എന്ന് പറയുന്നത് 689 ആണ്. ഗോസ്രിക്കി എന്ന ബ്രാൻഡിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഗോസ്രിക്കി ഈസ് എ നൈസ് ബ്രാൻഡ്, അത് നല്ലൊരു ബ്രാൻഡാണ്. അത്യാവശ്യം ക്വാളിറ്റി വൈസ് ഒക്കെ നല്ലൊരു, ഞാൻ നേരത്തെ എടുത്ത ഡ്രസ്സിലും ഗോസ്രിക്കിയുടെ കുർത്ത സെറ്റ്സ് ഉണ്ടായിരുന്നു. 700 രൂപ താഴെയാണ്, 689 ഞാൻ അവിടെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിച്ചേക്കാം സ്ക്രീനിൽ കറക്റ്റ് റേറ്റ്. ആൻഡ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഇതൊരു മസ്റ്റ് ബൈ ആട്ടോ, നല്ല രസമുള്ളൊരു കുർത്ത സെറ്റാണ്. നെക്സ്റ്റ് കുർത്ത സെറ്റ് ആണ്, ഒരു മെറൂൺ കുർത്ത സെറ്റ് ആണ്. ഈ മെറൂൺ കുർത്ത സെറ്റ് ഇവിടെ ആയിട്ട് ഒരു ലേസ് ഗോട്ടാപ്പത്തി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്, ഇവിടെ ഒരു മെറൂൺ ഡീറ്റെയിൽ വരുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ദ ബോഡി ഇങ്ങനെ പ്രിന്റ്സ് വരുന്നുണ്ട്, ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്ലീവും 3/4 സ്ലീവ് ആണുള്ളത്. ഇവിടെ ഇങ്ങനെ ഇതുപോലെ നെക്കിലുള്ള അതേ പാറ്റേൺ ഇവിടെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മെറൂൺ കളർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ കളർ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കൈൻഡ് ഓഫ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആണ് ഇഷ്ടം. വളകളൊക്കെ ഇട്ട്, മെറൂൺ വളയൊക്കെ ഇട്ട് നോക്കിയാൽ സൂപ്പർ ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ആണ്. ഇതിന് 489 or 499 ആണ്. ഞാനത് സ്ക്രീനിൽ എമൗണ്ട് കാണിച്ചേക്കുന്നതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് കൊടുക്കാം. കുർത്തയുടെ ബാക്കിൽ ഇതുപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ.
ഈ പാന്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ നെക്കിൽ വരുന്ന സെയിം കൈൻഡ് ഓഫ് കളർ കോമ്പിനേഷൻ ആണ്. നല്ല കളറാണ് കേട്ടോ, ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് പാന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പലാസോ, ഇറ്റ് ഇസ് ഓൾസോ ലൂസ് ഫിറ്റഡ് പാന്റ് ആണ് വരുന്നത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. ഇതും പ്യുർ കോട്ടൺ അല്ല, ഒരു കോട്ടൺ ബ്ലെൻഡ് ആണ്. പക്ഷെ കോട്ടൺ ബ്ലെൻഡ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഇതൊരു ചുരിദാർ സെറ്റ് ആണ്, പർപ്പിൾ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇറ്റ്സ് എ റിയലി എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. നല്ല ലെങ്ത് ഉള്ള ഒരു ചുരിദാർ സെറ്റ് ആണ് വിത്ത് ഷോള് വരുന്നത്. ഇതിനും 3/4 സ്ലീവ് ആണ് വരുന്നത്. ഈ കളർ കോമ്പിനേഷൻ റിയലി ബ്യൂട്ടിഫുൾ. നമുക്ക് ആർക്കിട്ടാലും നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്, ഒരു പർപ്പിൾ ഷെയ്ഡാണിത്. പിന്നെ ഇത് പ്യുർ കോട്ടൺ അല്ല, ഒരു റയോൺ ബ്ലെൻഡ്, കോട്ടൺ ബ്ലെൻഡ്, റയോൺ ആൻഡ് കോട്ടൺ ബ്ലെൻഡ് പോലെയാണ് തോന്നിയത്. പക്ഷേ എനിവേ ഇത് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത് കളർ പോത്തൊന്നുമില്ല. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഈസ് നൈസ്. ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ്. എനിക്കിതിന്റെ മീഡിയം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഞാൻ അപ്പ് സൈസ് ആണ് എടുത്തത്. ബിക്കോസ് എനിക്ക് കുറച്ച് ലൂസ് ഫിറ്റിലാണ് ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഷോൾ ഇല്ലാതെ എനിക്കൊരു കുർത്ത സെറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു അപ്പ് സൈസ് എടുത്തത്. നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റ് ആണ്, ഇതിന്റെ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ മീഡിയം എടുക്കുന്നവർക്ക് മീഡിയം തന്നെ എടുത്താലും മതി. ഇതാണ് ഇതിന്റെ പാന്റ്. ഇതിന്റെ ഇലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റ് പാന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പലാസോ. ഇതൊരു ലൂസ് ഫിറ്റഡ് ബോട്ടം ആണ് വരുന്നത്. അപ്പൊ ബോട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ, പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതും റയോൺ ആണ് മെറ്റീരിയൽ, പ്യുർ റയോൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ദുപ്പട്ട, ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ട് ഇനിവേ നല്ല മെറ്റീരിയൽ ആണ്. ഇത് കോട്ടൺ അല്ല വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ലെങ്തും വിട്ടും ആവശ്യത്തിനുള്ള ഒരു ദുപ്പട്ടയാണിത്. ഇതൊരു മസ്റ്റ് ബൈ ആണ്. ബിക്കോസ് ഇതിനും 689 699 രൂപയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഇവിടെ ലിങ്കിലും ഇട്ടേക്കാം, അതുപോലെ തന്നെ ഞാൻ എഴുതി കാണിക്കാം സ്ക്രീനിൽ. ഇതൊരു ടോപ്പ് ആണ്, ഇതൊരു കുർത്ത മാത്രമാണ്. ഇത് വിത്ത് പാന്റ്, വിത്ത് ബോട്ടം അല്ല വരുന്നത്. ഇത് 399 റുപ്പീസ് ആണ്. പക്ഷെ എനിക്ക് ആ സെയിൽ ടൈമിലായതുകൊണ്ട് 349 കിട്ടി. ഇപ്പൊ ഞാൻ അതിൽ സൈറ്റ് നോക്കുമ്പോൾ 399 ആയിട്ടുണ്ട്. ഇത് നല്ല കോമ്പിനേഷൻ ആണ്. ഇത് നമുക്ക് ഈ മൾമൽ കോട്ടൺ സാരീസ് ഒക്കെ ഇല്ലേ, ആ ഒരു മൾമൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. മൾമലിന്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ്, ഇൻഡിഗോ ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇറ്റ്സ് റിയലി നൈസ്. ഇത് നിങ്ങൾക്ക് ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഈവൻ അപ്പൊ നമുക്ക് ഈ കുർത്ത വളരെ സിമ്പിൾ ആണെങ്കിലും നമുക്കൊരു ഒരു സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കാൻ പറ്റും. ഇത് 3/4 സ്ലീവ് ആണ് കേട്ടോ, ഇതിന് വരുന്നത് 3/4 സ്ലീവ് ആണ്. ഞാൻ ഈ മേടിച്ചിരിക്കുന്നത് മീഡിയം സൈസ് ആണ്. മീഡിയം എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. ഓക്കെ ആണ്, എൻ്റെ ഫിറ്റിംഗ് എല്ലാം കറക്റ്റ് ആണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒരുപാട് ലെങ്ത് ഇല്ലെങ്കിലും ആവശ്യത്തിന് നല്ല ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. കുറച്ച് നൈസ് മെറ്റീരിയൽ ആണ്. എല്ലാ ഡ്രസ്സിനും നമ്മൾ സ്ലിപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇതിപ്പോ നൈസ് ആണ്, വളരെ തിൻ ക്ലോത്ത് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് റിയലി 100% കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ലിപ്പ് ഇടേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഇത് സീ ത്രൂ ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ സ്ലിപ്പ് വെയർ ചെയ്യാറില്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ നൈസ്. പിന്നെ എനിക്ക് ഇതിന്റെ നെക്ക് പാറ്റേൺ, ഈ ഒരു വി നെക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കളർ പോകുന്നുള്ളത് ചാൻസ് വളരെ കുറവാണ്. എനിവേ ഞാൻ ആഫ്റ്റർ വാഷ് റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കാം. ബിക്കോസ് വൈറ്റ് കോമ്പിനേഷൻസ് വരുന്നതൊക്കെ നമുക്കൊരു ഇതാണ്. പക്ഷെ എനിക്ക് ഈ കൈൻഡ് ഓഫ് സാരി മൾമലിൻ്റെ ഉണ്ട്, അത് കളറൊന്നും പോയിട്ടില്ല. സോ ഇത് നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, കുറെ വളകളൊക്കെ ഇട്ട് പെയർ ചെയ്യാം. അതുപോലെ വൈറ്റ് പലാസോ സെറ്റിൻ്റെ കൂടെ പെയർ ചെയ്യാം. ആൻഡ് എനിവേ ഇതൊരു എത്തനിക് ഒരു സ്റ്റൈലിഷ് ലുക്ക് തരും നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. സോ സിമ്പിൾ കുർത്തയാണ്, ഒരു മസ്റ്റ് ബൈ ആണ്. ബിക്കോസ് സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് സൂപ്പർ അഫോർഡബിൾ ആണ്. സോ ഇന്നത്തെ കുർത്ത ആൻഡ് കുർത്ത സെറ്റ്സ് ഒക്കെ ഇതായിരുന്നു.
നിങ്ങൾ കണ്ട കുർത്ത സെറ്റ്സും ചുരിദാർ സെറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ ഇത് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കാണാനെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ഹോൾ വീഡിയോ ആക്ച്വലി ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് ഈ ഹോൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാ സമയത്തും ഞങ്ങൾ ഒരുമിച്ചല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഇൻട്രഡക്ഷനിൽ അവളില്ലാത്തത്. നേരത്തെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങളെ അറിയാം. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ഈ ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുർത്ത സെറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.